നാട്ടിൽ മൊത്തം വീണ്ടും പ്രശ്നങ്ങൾ തന്നെ. സമരത്തിന് പോകുമ്പോൾ മേക്കപ്പ് കിറ്റ് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോണേ എന്തൊരു കുഴപ്പം? ഇൻസ്റ്റാഗ്രാമത്തിൽ വീഡിയോ എടുത്ത് ഇടാനുള്ളതല്ലേ, നല്ല വൃത്തിക്കിരിക്കണ്ടേ? ഒരു കുഴപ്പമില്ല. വളയത്താ, എനിക്ക് നാട് നന്നാക്കണം. നീ ആദ്യം ഇട്ടിരിക്കണ നിക്കണ്ട സിബ് കയറ്റിയിട്. അയ്യോ, ഇന്ന് നന്നാക്കാം മോനെ. ഈ സ്പാനർ പ്ലെയറും കൊണ്ടേ ഓരോന്ന് ശരിയാക്കണ പോലെ അല്ല നാട് ശരിയാക്കണ കാര്യം. അത് പോട്ട്, ഈ സ്പാനർ എങ്ങനെയാണ് ഇരിക്കണ? അത് എനിക്കറിയാം, നീളത്തിന് കൂർത്തിരിക്കണ സാധനമല്ലേ. ആ ബെസ്റ്റ്. ആദ്യം ഈ സ്ക്രൂ ഡ്രൈവറും സ്പാനറും തിരിച്ചറിയാൻ പറ്റുന്ന പ്രായം നിനക്ക് എത്തിട്ട് കേട്ടാ, എന്നിട്ട് നമുക്ക് നാട് നന്നാക്കാറാക്കാം. യുവാക്കളുടെ പ്രശ്നങ്ങൾ വെള്ളത്തിന് അറിയില്ല, കാരണം വെള്ളത്തിന് കളവനായല്ലേ. യുവാവിന് നന്ദി വല്യമ്മ കൂരവ കാച്ചി തന്നില്ലേ? കൂരവൊക്കെ കാച്ചി തന്ന്, പക്ഷേ പാലിന്റെ കൂടെ ഫ്രൂട്ട്സ് ഇട്ട് തന്നില്ല. ഓ, കുറെ അനീതി നേരിടാനല്ലേ? വീട്ടിൽ മാത്രമുള്ള വല്യത്ത, സ്കൂളിലും കുറെ അനീതികൾ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണാവോ? പഠിക്കാതെ പോയി എഴുതിയ പരീക്ഷ പൊത്തി. സ്വാഭാവികം, അതിലെന്തൊരു അനീതി? ടീച്ചറിനെതിരെ ശബ്ദമുയർത്തിയ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. നീ എന്തൊരു ശബ്ദം ഉയർത്തിയ? ടീച്ചർ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ ശബ്ദം ഉയർത്തി പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാന്നു. അപ്പൊ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അനീതി അല്ലേ? തന്നെ തന്നെ. പോരാത്തതിന് സ്കൂളിൽ സ്വാതന്ത്ര്യം ഇല്ല. പഠിച്ചോണ്ടിരിക്കുമ്പോൾ അലക്കാൻ പറ്റൂല, ക്ലാസ് റൂമിലെ ഫോൺ കൊണ്ടുപോകാൻ പറ്റൂല, പിള്ളേരെ വെറുതെ പെടലിക്കിട്ട് അടിക്കാൻ പറ്റൂല. തിരിച്ചു കിട്ടും. നമുക്ക് എന്തിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? അത് തന്നെ. എന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഏറ്റവും വർഷവും പറഞ്ഞാണ്. നമുക്ക് കുറച്ചുകാർ സ്കൂളിൽ സ്വാതന്ത്ര്യം ഉണ്ട്. മക്കളെ, മോൻ ആദ്യം പഠിക്ക്. വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അതെനിക്കുണ്ട്. നിനക്ക് വിദ്യയല്ല അഭ്യാസമാണുള്ളത്. സ്കൂളിൽ പോയില്ലടാ. നാളെ സ്കൂളിൽ പോന്ന വന്നിട്ടാ നമുക്ക് ഒന്ന് രണ്ടും പറഞ്ഞിരിക്കായിരുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കാം. രണ്ടിന്റെ ഗുണനെ പട്ടിക പറയടാ. വല്യമ്മ ടിഫിൻ ബോക്സ് എടുത്ത് വെച്ചാ, എനിക്ക് സ്കൂളിൽ പോവാൻ സമയമായി. ആ സ്കൂളിൽ പോന്നേ വല്യത്താ. ഇപ്പോഴത്തെ പിള്ളേരെ ഓരോരോ കാര്യങ്ങള്. വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ഫോർ സമരം? ഇതൊന്നൊന്ന് ബാഗ് കെട്ടി തൂക്കി ടൂറിന് പോണ. ആത്മാർത്ഥമുള്ളവരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിയിരിക്കും. വല്യമ്മ, ഞാൻ ഈ സ്കൂളിൽ പോക്ക് നിർത്തനെ പറ്റി എന്താണ് വല്യമ്മയുടെ അഭിപ്രായം? ഞാൻ കവളമടി എടുക്കുന്നതിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? എന്നാ അരിക്കാനായിരിക്കുമല്ലേ? അടുപ്പിൽ വെക്കാനായിരിക്കും കത്തിക്കാൻ. നിനക്ക് രണ്ടടി തന്നിട്ട് അടുപ്പിൽ കേറ്റ. ഞാൻ ഈ നാട്ടിനെ രസിക്കാൻ ഇറങ്ങിയാലോ എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. ആ വിചാരം മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, പുറത്തെടുക്കണ്ട. അതെ, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാന്നേ. അതൊക്കെ നല്ല കാര്യം. ആദ്യം പഠിച്ചൊരു നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് വലിയ നിലയിലെത്തിയതിനു ശേഷം ഇതൊക്കെ ചെയ്താൽ മതി. പഠിച്ച് ജോലി വാങ്ങിക്കുന്ന കാര്യം പാത് തന്നെ. പിന്നെ വലിയ നിലയിലെത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. തവണ മന്തേ കയറിയിരിക്കാന്നാ. പിന്നെന്തിനാണ് കെട്ടി ഒരുങ്ങി ബാഗും തൂക്കി സ്കൂളിൽ പോണത്? നാട്ടു നടപ്പ് അങ്ങനല്ലേ വല്യമ്മ. വല്യമ്മ രാവിലെ കഷ്ടപ്പെട്ട് എണീറ്റ് എനിക്ക് ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് കറിക്ക് ഒതുക്ക. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി തരണത് വേറെ പണി ഇല്ലാത്തോണ്ട്. വലുതായി കഴിഞ്ഞാലേ ഞാൻ ഇതൊക്കെ തിരിച്ചു ചോദിക്കും. അപ്പൊ നീ ഇതെല്ലാം എനിക്ക് തരണം. അതിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തു തരണം. പൈസയൊക്കെ ഞാൻ തരാം. അതിന്റെ കൂട്ടത്തിലേ വല്യമ്മ എനിക്ക് ഇങ്ങോട്ട് തന്ന അടിയും പിച്ചൊക്കെ തിരിച്ച് അങ്ങോട്ട് തരാൻ പറ്റോ? പോടാ, സ്കൂളിൽ പോടാ. നിന്നെയും കാത്തേ ആ പഠിക്കണ ഒരു ചെറുക്ക സുപ്രു അവിടെ നിൽക്കാണ്. എന്നവൻ കാത്തിരിക്കണതേ വേറെ ഒന്നും കൊണ്ടല്ല, 10ന്റെ ലേസ് വാങ്ങിക്കാനാണ്.